ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പുനരുജ്ജീവിപ്പിച്ച നാഷണൽ ഒളിമ്പിക് അക്കാദമിയുടെ ഡയറക്ടറായി നിയമിതനായത് ഗഗൻ നരംഗ്. ഷൂട്ടിംഗ് താരമായ ഗഗൻ നരംഗ് 2012 ലണ്ടൻ ഒളിമ്പിക്സിൽ വെങ്കല മെഡൽ നേടിയിട്ടുണ്ട്. നിലവിൽ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ വൈസ് പ്രസിഡന്റാണ് ഇദ്ദേഹം. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് PT ഉഷയാണ്. സപ്ലൈകോയുടെ കേരളത്തിലെ ആദ്യത്തെ സിഗ്നേച്ചർ മാർട്ട് നിലവിൽ വന്നത് തലശ്ശേരി, കണ്ണൂർ. സപ്ലൈകോ രൂപം കൊണ്ടത് 1974. ഇന്ത്യയിൽ ആദ്യമായി സംസ്ഥാന ബാക്ടീരിയയെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കാൻ ഒരുങ്ങുന്ന സംസ്ഥാനം കേരളം. മനുഷ്യർക്കും മൃഗങ്ങൾക്കും കൃഷിക്കും ഉപകരിക്കുന്ന സൂക്ഷ്മാണുക്കളെക്കുറിച്ചുള്ള അവബോധം സൃഷ്ടിക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ഇന്ത്യയുടെ ദേശീയ ബാക്ടീരിയയായി പ്രഖ്യാപിച്ചിരിക്കുന്നത് ലാക്ടോബാസിലസ് ഡെൽബ്രൂക്കി സബ്സ് ബൾഗാരിക്കസ് ആണ്. തൈരുണ്ടാക്കാൻ സഹായിക്കുന്ന ബാക്ടീരിയയാണ് ഇത്. കേരളത്തിന് പുറത്തു ജോലി ചെയ്യുന്ന പ്രൊഫഷണലുകളെ തിരികെ കൊണ്ടുവരുന്നതിനും മികച്ച തൊഴിലവസരങ്ങൾ നൽകുന്നതിനുമായി കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ആരംഭിച്ച ക്യാമ്പയിൻ തിരികെ. ഐ ടി ഇതര മേഖലകളിലെ വിദഗ്ധരെ കേരളത്തിലെ സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റത്തിന്റെ ഭാഗമാക്കുക എന്നതാണ് ലക്ഷ്യം. കേരളത്തിലെ പ്രവാസികളുടെ ക്ഷേമത്തിനായുള്ള സർക്കാർ ഏജൻസിയാണ് നോർക്ക റൂട്ട്സ്. ആധാറിന്റെ പുതിയ ഭാഗ്യചിഹ്നത്തിന്റെ പേര് ഉദയ്. യുണിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ എന്ന പേരുമായി ചേർന്ന് വരുന്നതിനാലാണ് ഉദയ് എന്ന പേര് നൽകുന്നത്. പൂനെ സ്വദേശിയായ റിയ ജെയിൻ ആണ് ഈ പേര് നിർദ്ദേശിച്ചത്. ഭാഗ്യചിഹ്നം രൂപകൽപ്പന ചെയ്തത് മലയാളിയായ അരുൺ ഗോകുൽ.